ചെയ്യാൻ കഴിയുമായിരുന്നു. സത്യൻ എന്ത് ചെയ്യാനാ? ഇന്ദ്രേട്ടന് പകരം സത്യനാണ് എന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നെങ്കിൽ കഥ മറ്റൊന്നാവുമായിരുന്നു. പണ്ടേ നീ എനിക്ക് വേണ്ടി വാദിക്കുന്നതിന്റെ പക അമ്മയ്ക്ക് നമ്മളോടുണ്ടായിരുന്നതാ. ഒരിക്കൽ അക്കാര്യം പറഞ്ഞ് പ്രതിഭയെ പോലും അമ്മ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ പ്രതിഭേ? അതെനിക്കും അറിയാം. അങ്ങനെ ഒരു സംശയമായിട്ട് ഒരിക്കൽ പ്രതിഭ ഇവിടെ വന്നപ്പോ ആ സംശയം തീർത്തു കൊടുത്തത് ഞാനാ. പ്രതിഭയ്ക്കത് ഓർമ്മയുണ്ടോ? അതും അമ്മ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാ ഞാൻ വന്നത്. അതൊക്കെ പോട്ടെ. പ്രതിഭ പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കാനാണ് ഇന്ദ്രേട്ടൻ വന്നതെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് എന്നെ അറിയിക്കാതെ വന്നു? ഇവിടെ വന്നു കയറിയപ്പോഴെങ്കിലും ഇന്ദ്രേട്ടൻ വന്ന കാര്യം എന്നോട് പറയേണ്ടതല്ലേ? അതിനെന്തെങ്കിലും കാരണം കാണും ചേച്ചി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ദ്രേട്ടൻ ഒരിക്കലും ഇതിന് കൂട്ടി നിൽക്കില്ലെന്ന്. ഇന്ദ്രേട്ടൻ ഇവിടെ കയറി വന്ന് ഒളിച്ചതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കും അറിയാൻ ചേരും. പക്ഷേ ഇന്ദ്രേട്ടൻ ഇപ്പോഴും 2 തോണിയിൽ കാല് വെച്ച് പോവാണോന്ന് എന്റെ സംശയം. അമ്മ എന്തെങ്കിലും ആവശ്യപ്പെട്ട അമ്മയോടൊപ്പം നിൽക്കുകയും ഞാൻ അപകടത്തിലാണെന്ന് കേൾക്കുമ്പോ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണെങ്കിലോ? ഇല്ല ഏടത്തി, അമ്മ ഏടത്തി എന്ത് ചെയ്താലും ഏട്ടൻ ചിലപ്പോൾ കണ്ണടച്ചേക്കാം. പക്ഷേ മറ്റാരെങ്കിലുമായി ഗൂഢാലോചന നടത്തി അമ്മ ഏടത്തിയെ ചതിക്കാൻ ശ്രമിച്ച അതിനൊരിക്കലും ഇന്ദ്രേട്ടൻ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടായ കാര്യത്തിൽ ഏട്ടൻ ഒരു പങ്കുമില്ലെന്ന് ഏട്ടത്തിക്ക് വിശ്വസിക്കാം. അനുചേച്ചി തെറ്റിദ്ധരിച്ചെന്ന് തോന്നിയതുകൊണ്ട് കൂടിയാവണം ഇന്ദ്രേട്ടൻ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. ചേച്ചി ഇന്ദ്രേട്ടനെ തിരിച്ചു വിളിക്കണം. ഇന്ദ്രേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഏട്ടത്തിയുടെ തെറ്റിദ്ധാരണ തീർക്കാതെ ഏട്ടൻ എങ്ങും പോവില്ലെന്നാ എന്റെ വിശ്വാസം. മണിയാ, റൂമില്ലെന്ന് വൃത്തിയാക്കടാ. അണ്ണ അങ്ങോട്ട് ചെല്ല്, എല്ലാം ക്ലീൻ ചെയ്യൂ. ഓ ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ. മൊത്തം അലങ്കോലാണല്ലോ, പണിയാണ്. അണ്ണാ അണ്ണോ, അണ്ണ ചായ കൊണ്ടുവച്ചിട്ടുണ്ട്. അണ്ണ ബെല്ലടിച്ചില്ലായിരുന്നോ? എടാ, ബെല്ലടിച്ച് ചായ കാണാൻ എന്നോട് ആര് പറഞ്ഞു? എനിക്ക് ചായ ഒന്നും വേണ്ട. പിന്നെന്തിനാ വിളിച്ചേ? എനിക്ക് വേറെ ജോലിയുണ്ട്. നീ ഇപ്പോൾ ഒരു ഫുള്ള് വാങ്ങിച്ചോണ്ട് വാ. 2 കുപ്പി വെള്ളം വാങ്ങിച്ചോ. മേടിച്ച് നിൽക്കാതെ വാങ്ങിക്കടാ. ഇനിയാ ബാറൊക്കെ തുറന്നിട്ടുണ്ടാവും. ഇല്ലണ്ണ, എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഞാനേ ഉള്ളൂ. മുതലാളി വരാതെ പോകാൻ പറ്റത്തില്ല. ഒരുപാട് പണിയുള്ളതാ. നിക്കടാ മണിയാ, അവിടെ നില്ല്. എന്ത് ഊറ ലോഡ്ജാടാ ഇത്? നീയേ ഒരു ഓട്ടോ പിടിച്ച് പോയിട്ട് വാ. ചെല എടാ, അതിനിടയ്ക്ക് നിന്റെ മുതലാളിയുടെ ലോഡ്ജ് ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. പറ്റില്ല അണ്ണ. ഞാനിപ്പോ കുപ്പി വാങ്ങാൻ പോയാ എന്റെ ജോലി പോവും. അണ്ണൻ വേറെ വഴി നോക്കും. ഇങ്ങോട്ട് വാ. എന്നാ ഇതിവിടെ വേണ്ട, നീ കുടിച്ചോ. ഇതിന്റെ കാശ് ഞാൻ തന്നോളാം. ഞാൻ കൊണ്ടുപോ. നിനക്ക് കുറെ പണിയുള്ളതല്ലേ, നീ പോ. അവന്റെ ഒരു ജോലി തിരക്ക്. കടന്ന് ചെയ്ത് നിൽക്കുന്നില്ല.
കളി കളിച്ചത്? ഈ വീട്ടിനകത്ത് രഹസ്യമായി ഒളിച്ചു കയറിയ നീയോ അതോ മറയില്ലാതെ കയറി വന്ന ഞാനോ? നീ അകത്ത് വെച്ച് പിടിക്കാൻ നോക്കി, ഞാൻ നാട്ടുകാരുടെ സഹായത്തോടെ പുറത്ത് വെച്ച് പിടിക്കാൻ നോക്കി. അത്രേ ഉള്ളു വ്യത്യാസം. മതി, നിർത്ത. അമ്മയുടെ മകന്റെ ഡ്രാമ ഇനി ഈ മുറ്റത്ത് വെച്ച് വേണ്ട. പോയിക്കോ, ഇറങ്ങി പോയിക്കോ അവിടുന്ന്. അനു, പോകാനോ ഞാൻ പറഞ്ഞത്. ശരിയല്ലേ? അടുത്ത പ്രാവശ്യത്തിന് നേരത്തേക്ക് തന്നേക്കണം കേട്ടോ. ശരി. സുശീലേച്ചിയുടെ മോനല്ലേ ഇത്? ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവിടാണോ താമസം? മണിയനോട് ചോദിച്ച കാര്യമല്ല അറിയാം. എടാ മണിയാ. ആ ചേച്ചി എന്താ നേരത്തെ? മുതലാളി വന്നാലേ കാശ് കിട്ടത്തുള്ളൂ. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ ഇന്ദ്രൻ? അവനിവിടെ എന്നെ ഏർപ്പാട്. എന്ത് ഏർപ്പാട്? ഇന്നലെ പാതിരാത്രി ഒരു കുപ്പിയായിട്ട് വന്നു, ഇവിടെ റൂം വേണമെന്നും പറഞ്ഞു. മുതലാളിക്ക് പരിചയമുള്ളതുകൊണ്ട് റൂം കൊടുത്തു. ഇപ്പൊ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോയതാണോ? വെക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, കുപ്പി വാങ്ങാൻ പോയതായിരിക്കും. ചേച്ചിക്ക് പുള്ളിനെ എങ്ങനെ അറിയാം? അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ ചേച്ചിയുടെ മോനാ. എന്നാ ചേച്ചിനെ വിളിച്ച് പറഞ്ഞേക്ക് മോൻ കൈവിട്ടു പോയിന്ന്.